എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 67 ശ്ലോകം 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28 17 ശ്ലോകങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഈ 17 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 67ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ബലരാമസ്വാമിയും ഭാര്യമാരും അനേകം സ്ത്രീജനങ്ങളും കൂടി വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ആ വിവിധൻ എന്ന ദുഷ്ടനായിട്ടുള്ള ഒരു വാനരൻ വന്നിട്ട് അദ്ദേഹത്തിനെ ഉപദ്രവിക്കണു, അല്ലാതെ ശല്യം ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 12. തസ്യ ധാർഷ്ട്യം കപേർവീക്ഷ്യ തരുണ്യോ ജാതിജാവലാ ഹാസ്യപ്രിയാ വിജഹസു ബലദേവ പരിഗ്രഹ. ഈ കുരങ്ങൻ കാണിക്കണ ഗോഷ്ഠികളൊക്കെ കണ്ടപ്പോ ചപലകളും ഹാസ്യപ്രിയകളുമായ ബലദേവന്റെ ഭാര്യമാര് ചിരിക്കാൻ തുടങ്ങി. ഭഗവാൻ അത് കണ്ടപ്പോ ദേഷ്യം വന്നത് ഈ വാനരന്റെ ചാപല്യങ്ങള്. താഹേളയാമാസ കപിർ ഭ്രൂക്ഷേഭൈ സമ്മുഖാദിഭി ദർശയൻ സ്വഗുദം ദാസാം രാമസ്യ ച നിരീക്ഷിത. അപ്പൊ ചിരിക്കണത് കണ്ടപ്പോ ആ ബലരാമപത്നിമാരുടെ നേർക്ക് തന്റെ പൃഷ്ഠഭാഗം കാട്ടിക്കൊടുത്തു എന്നാ പറയണത് വാനരൻ. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി എന്തൊക്കെയോ വൃത്തികെട്ട നാട്യങ്ങളൊക്കെ കാണിച്ച് ബലരാമസ്വാമി ഒട്ടും കൂട്ടാക്കാതെ അവരെ കളിയാക്കി അപമാനിച്ചു വാനരൻ. ഇത് കണ്ടപ്പോ ഭഗവാന് നല്ല ദേഷ്യം വന്നു. തം ദ്രാവണ പ്രാഹരൻ ക്രുദ്ധോ ബലപ്രഹരതാം വര സവഞ്ചയിത്വാ ഗ്രാവാണം മതിരാകലശം കപി ഗൃഹീത്വാ ഹേളയാമാസ ധൂർത്തസ്തം കോപയൻ ഹസൻ നിർഭിത്യ കലശം ദുഷ്ടോ വാസാംസ്യാസ്ഫാലയത് ബലം. അസ്ത്രങ്ങള് ഉപയോഗിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ബലരാമൻ കുരങ്ങനെ കാലിലെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞു. അത്രയും മതി എന്നാ വിചാരിച്ചത്. പക്ഷെ ആ കുരങ്ങൻ കല്ല് ദേഹത്തിൽ തട്ടാതെ ഒഴിഞ്ഞു മാറി. എന്നിട്ട് അടുത്ത് വന്നിട്ട് ഭഗവാന്റെ അടുത്തിരിക്കണ ആ മദ്യകുംഭം എടുത്തുകൊണ്ട് ഓടി ബലരാമന്റെ നേരെ പല്ലിളിച്ചു കാട്ടി പരിഹസിച്ചുകൊണ്ട് ആ പാത്രം എടുത്തങ്ങോട്ട് എറിഞ്ഞു ഉടച്ചു. പിന്നെ അത് മാത്രം പോരാ, അടുത്ത് വന്നിട്ട് ഭഗവാന്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അപഹരിച്ചു കൊണ്ടുപോയിന്ന് പറഞ്ഞു. കദർത്ഥീകൃത്യ ബലവാൻ വിപ്രചക്രേ മദോദ്ധത തം തസ്യാവിനയം ദൃഷ്ട്വാ ദേശാംശ്ച തതുപദ്രുതാൻ ക്രുദ്ധോ മുസലവാദത്ത ഹലം ചാരി ജിഘാംസയ ദ്വിവിധോപി മഹാവീര്യ സാലമുദ്യമ്യ പ്രാണിന അഭ്യേത്യ തരസാതേന ബലം മൂർധന്യതാടയൽ തം തു സംഘർഷണോ മൂർധ്നി പതന്തമചലോ യഥാ പ്രതിജഗ്രാഹ ബലവാൻ സുനന്ദേനാഹനച്ചതം മുസലാഹതമസ്തിഷ്കോ വിരേജേ രക്തധാരയാ. അധികം ബലത്തോടുകൂടിയ ആ ദ്വിവിധൻ മതം കൊണ്ട് ഗർവിഷ്ഠനായിട്ട് ബലരാമനെ നിസ്സാരനായിട്ട് കരുതി പല വിധത്തിലും ഉപദ്രവിച്ചു. ആ വാനരന്റെ അടക്കമില്ലാത്ത പ്രവൃത്തിയും ഇവൻ ഇതുവരെ ചെയ്ത ദ്രോഹങ്ങളൊക്കെ അങ്ങോട്ട് ആലോചിച്ചിട്ട് ബലരാമനോട് ദേഷ്യം അധികരിച്ചു. ഇപ്പൊ തന്നെ ഇവനെ തീർക്കണുണ്ടെന്നുള്ള വിചാരത്തോടെ കലപ്പയും ഹലവും രണ്ടും എടുത്തങ്ങോട്ട് പിടിച്ചു. മഹാപരാക്രമശാലിയായ വിവിധനോ അവനും കൈകൊണ്ട് ഒരു മരം പുഴക്കി പിടിച്ചിട്ട് അതിവേഗത്തിൽ ബലരാമന്റെ നേർക്ക് വന്ന് ആ മരം കൊണ്ട് തലയിലങ്ങോട്ട് ഇടിച്ചു. തലയിലങ്ങോട്ട് വീഴുന്നങ്ങോട്ട് തോന്നിയപ്പോ തന്നെ ഭഗവാൻ ആ മരത്തെ സുനന്ദം എന്നു പേരായ തന്റെ മുസലം കൊണ്ട് ആ കലപ്പ കൊണ്ട് തടുത്തു. എന്നിട്ട് ഒലക്ക കൊണ്ട് വാനരന്റെ തലയിൽ ഒരൊറ്റ അടി. ആ അടി കൊണ്ടപ്പോ രക്തധാര തലേന്ന് ഇങ്ങനെ രക്തം ഒലിച്ച് അവന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി. അവനതൊന്നും കൂട്ടാക്കണില്ല. ഗിരിയഥാ ഗൈരികയാ പ്രഹാരം നാനുചിന്തയൻ പുനരന്യം സമീക്ഷിപ്യ കൃത്വാ നിഷ്പത്രമോജസ തേനാഹന സുസംക്രുദ്ധ തംബലശതഥാചിനൽ തതോ അന്യേന രുഷാ ജഘ്നേ തം ചാഭിശതഥാചിനൽ. പർവ്വതത്തിൽ ചായം കലക്കിയ വെള്ളം ഒലിക്കണത് പോലെ അവന്റെ
ആ ദ്യൂതന്റെ ദേഹത്ത് കൂടെ ഇങ്ങനെ രക്തം പ്രവഹിക്കുന്നുണ്ട്. അതൊന്നും അവൻ ഒട്ടും കൂട്ടാക്കണമില്ല. ഉടനെ തന്നെ മറ്റൊരു വൃക്ഷം അങ്ങോട്ട് പുഴക്കി ഒന്നങ്ങോട്ട് കുലുക്കിയപ്പോ ആ ശക്തിയുടെ വേഗം കൊണ്ട് ആ മരത്തിലെ ഇലകളൊക്കെ മുഴുവനും അങ്ങോട്ട് കൊഴിഞ്ഞുപോയി. ആ മരം കൊണ്ട് അതിക്രോധത്തോട് അടിക്കാൻ ഭഗവാൻ അതിനെ ശരീരത്തിൽ കൊള്ളണതിന് മുമ്പ് അനേകമായിട്ടാണ്ട് കണ്ടിച്ചു, നുറുക്കി നുറുക്കി അതിനെ നിലത്തിട്ടു. അപ്പൊ ഇതാ വേറൊരു മരം പുഴക്കി എടുത്തിട്ട് അതുകൊണ്ട് അടിക്കാൻ നോക്കി, അതിനെയും മുറിച്ചു ഭഗവാൻ. ഏവം യുദ്ധൻ ഭഗവതാ ഭഗ്നേ ഭഗ്നേ പുനഃ പുനഃ ആകൃഷ്യ സർവതോ വൃക്ഷാൻ നിർവൃക്ഷമകരോദ്വനം. ഭഗവാനായ ബലരാമനോട് ഇങ്ങനെ യുദ്ധം ചെയ്ത് തോൽക്കുമ്പോഴൊക്കെ അതൊന്നിനും വക വയ്ക്കാതെ പിന്നെ ഓരോരോ മരം, ഒരെണ്ണം കഴിയുമ്പോ ഒരെണ്ണം, അങ്ങനെ ഓരോരോ മരം പുഴക്കി പുഴക്കി കാട്ടിലുള്ള മരങ്ങൾ മുഴുവനോട് തീർത്തുന്ന പറഞ്ഞ ജീവിതം. തതോ മുഞ്ചൽ ശിലാവർഷം ബലസ്യോപര്യമർഷിത തത് സർവം ചൂർണയാമാസ ലീലയാമുസലായുധ. പിന്നെ കല്ലുകൾ പുഴക്കി ബലരാമന്റെ നേർക്ക് മഴ പെയ്യണ മട്ടിലാണ്ട് എറിഞ്ഞു. മരമൊക്കെ തീർന്നപ്പോ വലിയ വലിയ പാറക്കല്ലുകൾ എടുത്തുകൊണ്ട് എറിയാൻ തുടങ്ങി ബലഭദ്രസ്വാമി. അതൊക്കെ ബലരാമസ്വാമി മുസലം കൊണ്ട് പൊടിച്ചു കളഞ്ഞു, പൊടി പൊടിയാക്കി നശിപ്പിച്ചു. സബാഹുതാലസങ്കാശൗ മുഷ്ടീകൃത്യ കപീശ്വര ആസാദ്യ രോഹിണീ പുത്രം താഭ്യാം വക്ഷസ്യരുരുജൽ. പിന്നെ ദാ വാനരൻ പനകളെ പോലെ നീണ്ട, അവന്റെ കൈകൾ വലിയ പനകളെ പോലെ നീണ്ടതാ, ആ രണ്ട് കൈകളെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ബലരാമന്റെ അരികിൽ വന്ന് മാറത്തേക്ക് ഓങ്ങിയാണ്ട് ഇടിച്ചു. യാദവേന്ദ്രോപിതം ദൗർഭ്യാം തെക്വാ മുസലലാംഗലേ ജത്രാവ അഭ്യർദ്ധയൽ ക്രുദ്ധ സോപതൽ രുധിരം വമൻ. യാദവശ്രേഷ്ഠനായ ബലരാമൻ ആ മുസലത്തെയും ഹലത്തെയും ഉപേക്ഷിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് കഴുത്തിന്റെയും കൈകളുടെയും സന്ധിയില പെരടിയില വാനരന്റെ പെരടിയില് അതിക്രോധത്തോടെ ഒരൊറ്റ ഇടി. ആ രക്തം ഛർദിച്ചും കൊണ്ട് അവൻ ഭൂമിയിൽ വീണു. ചകംപേതേന പതതാ സടങ്കസ്സ വനസ്പതി പർവത കുരുശാർദൂല വായുനാ നൗരിവാംഭസി. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ കുരുശ്രേഷ്ഠ, അവൻ വീണപ്പോ ആ പർവ്വതവും അതിലുള്ള കൊടുമുടികളും മരങ്ങളും വെള്ളത്തിൽ കൂടി പോകുന്ന തോണി കാറ്റില് എങ്ങനെയാ ഉലയത്തുപോലെ ആകപ്പാടെ അങ്ങോട്ട് ഇളകി. ജയശബ്ദോ നമശബ്ദ സാധു സാധ്വിതി ചാംബരേ സുരസിദ്ധ മുനീന്ദ്രാണാം ആസീൽ കുസുമവർഷിണാം. അപ്പോ ആകാശത്ത് നിന്ന് ദേവന്മാര് പുഷ്പവർഷം ചെയ്തു. അങ്ങനെ സിദ്ധന്മാരും മുനീന്ദ്രന്മാരും ജയ 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 എന്ന് ആ ബലരാമസ്വാമിയെ പറ്റിയിട്ട് സ്തുതിച്ച് എല്ലാവരും നന്നായി 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 സാധു സാധു എന്ന് ആകാശത്തിൽ അങ്ങോട്ട് മുഴങ്ങി. ദേവന്മാരെ വാദ്യങ്ങൾ പ്രയോഗിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു ഭഗവാനെ. ഏവം നിഹത്യ ദ്വിവിധം ജഗത് വ്യതികരാവഹം സംസ്തൂയമാനോ ഭഗവാൻ ജനൈ സ്വപുരമാവിശൽ. അങ്ങനെ ലോകത്തെ നശിപ്പിക്കുന്ന ദുഷ്ടസ്വഭാവത്തോടുകൂടിയ ആ ദ്വിവിധനെ ഭഗവാൻ ബലരാമൻ ഇങ്ങനെ ഹനിച്ച ശേഷം ജനങ്ങൾ ചെയ്യുന്ന സ്തുതിവാക്യങ്ങൾ കേട്ട് ആനന്ദിച്ചുകൊണ്ട് തന്റെ രാജധാനിയെ പ്രവേശിക്കുകയും ചെയ്തു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിവിധവധോ നാമ സപ്തഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ 67-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ബലരാമസ്വാമിയുടെ രണ്ടുപേരുടെയും ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.